الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ്. മുസ്ലിം ലോകം ഹജ്ജിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും അതിൻ്റെ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. അടുത്ത ഹജ്ജിന് പുറപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അതിനു വേണ്ടിയിട്ടുള്ള നിയമപരമായ കാര്യങ്ങളൊക്കെ ശരിപ്പെടുത്തി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ഏതാനും ആഴ്ചകളിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട ചില സംഗതികൾ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങൾ എന്നറിയപ്പെടുന്ന അർക്കാനുൽ ഇസ്ലാം എന്ന് അറിയപ്പെടുന്ന 5 കാര്യങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് ഹജ്ജ്. ഷഹാദത്ത്, നമസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ്. ഇതാണ് അർക്കാനുൽ ഇസ്ലാം. അർക്കാനുൽ ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ സ്തംഭങ്ങളാണത് എന്നതുകൊണ്ടാണ്. അതുപോലെ അർക്കാനുൽ ഈമാനുണ്ട്, 6 കാര്യങ്ങൾ. സ്തംഭങ്ങൾ, അതായത് തൂണുകളാണത്. അതില്ലെങ്കിൽ പിന്നെ ഇസ്ലാം ഇല്ല. അതിന് മുകളിൽ പടുത്തുയർത്തപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, വിശ്വാസ കാര്യങ്ങളും കർമ്മങ്ങളും ആരാധനകളും ഒക്കെ കൂടിയതാണ് ഇസ്ലാം. അപ്പം അതുകൊണ്ട് തന്നെ ഹജ്ജ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതും നിർവഹിക്കേണ്ടതുമായ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ അള്ളാഹുവിനോട് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളിൽ ഹജ്ജിനെ പറ്റി പറയുന്നുണ്ട്. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്ത് മൻ ഇസ്തതാഅ ഇലൈഹി സബീല. സൂറത്ത് ആലു ഇംറാനിലെ 97-ാമത്തെ ആയത്താണിത്. അതിൻ്റെ ഒരു ഭാഗമാണ്. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്ത്. ജനങ്ങളുടെ മേൽ ഉത്തരവാദിത്തമായ അള്ളാഹുവിന് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളിൽ പെട്ടതാണ് ഹജ്ജുൽ ബൈത്ത്. അൽ ബൈത്തിലേക്ക് ഹജ്ജ് ചെയ്യാൻ വരിക എന്നത്. അത് ആർക്കാണ് ബാധ്യത? മൻ ഇസ്തതാഅ ഇലൈഹി സബീല. ആ അൽ ബൈത്തിലേക്ക്, കഅബാലയത്തിലേക്ക് വരാൻ വഴിയൊത്ത ആളുകൾ. അതിന് തഫ്സീറുകളിൽ പറയുന്നത് ശാരീരികമായും സാമ്പത്തികമായും യാത്രാപരമായും ഒക്കെ സുരക്ഷിതമായിട്ടുള്ള സാധ്യതയുള്ള ആളുകൾ ഹജ്ജ് ചെയ്യണം എന്നാണ്. ഈ ഹജ്ജിൻ്റെ തുടക്കം എന്നാണ്? ഇസ്ലാമിൽ ഹജ്ജ് ഫർളാക്കപ്പെടുന്നത് ഹിജ്റ 9-ലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലെത്തി 9-ാം വർഷം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജ് നിർവഹിച്ചത് ഹിജ്റ 10-ാം വർഷത്തിലാണ്. അതിനു മുമ്പേ ഹജ്ജുണ്ട്. ഇപ്പം ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബാലയം പടുത്തുയർത്തിയ സന്ദർഭത്തിൽ ഖുർആൻ പറയുന്നു,
ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസി ലല്ലദീ ബിബക്ക, ജനങ്ങൾക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ ഭവനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ ആരാധനാലയം എന്നാണ്. ബിബക്കത, ബക്കയിലുള്ളതാണ്. ബക്ക എന്നത് മക്കയുടെ മറ്റൊരു പേരാണ്. മുബാറക്കൻ, അനുഗ്രഹീതമായിക്കൊണ്ട്, വഹുദൻ, നേർമാർഗമായിക്കൊണ്ടും, ലിൽ ആലമീൻ, ലോകത്തുള്ള എല്ലാ ആളുകൾക്കും. ഫീഹി ആയാത്തുൻ ബയ്യിനാത്തുൻ, അതിൽ വളരെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുണ്ട്. മഖാമു ഇബ്രാഹിം, മഖാമു ഇബ്രാഹിമുണ്ട്. കഅബ നിർമ്മിക്കുന്ന സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിൻ്റെ ചുമരുകൾ കെട്ടിപ്പടുക്കാൻ, കല്ലുകൾ ഉയർത്തി വെക്കാൻ വേണ്ടി കയറി നിന്ന കല്ലാണ് മഖാമു ഇബ്രാഹിം. വമൻ ദഖലഹു കാന ആമിന, അവിടെ ആര് പ്രവേശിച്ചുവോ അവൻ സുരക്ഷിതനാണ്, നിർഭയനാണ്. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല, ഹജ്ജ് ചെയ്യാനുള്ള വഴിയൊത്ത ആളുകൾ, സൗകര്യമൊത്ത ആളുകൾ അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് നിർവഹിക്കുക എന്നത് മനുഷ്യന് നിർബന്ധമാണ്. വമൻ കഫറ, ആര് നിഷേധിക്കുന്നുവോ, ഫഇന്നല്ലാഹ ഗനിയുൻ അനിൽ ആലമീൻ, അല്ലാഹു തആല ലോകത്തുള്ള ആളുകളെക്കാൾ ഐശ്വര്യവാനാകുന്നു, അവരുടെ യാതൊരു സഹായവും ആവശ്യമില്ലാത്തവനാകുന്നു എന്ന്. ഇത് സൂറത്ത് ആലിമ്രാനിലെ 96, 97 ആയത്തുകളാണ്. അപ്പൊ ഇവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആണല്ലോ കഅബാലയം പടുത്തുയർത്തിയത്. വഅഹദിനാ ഇലാ ഇബ്രാഹീമ വഇസ്മാഈല അൻ ത്വഹിറ ബൈതിയ ലിത്വായിഫീന വൽആകിഫീന വറുക്കഇ സുജൂദ്. സൂറത്തുൽ ബഖറയിലെ 125-ാമത്തെ ആയത്ത് അള്ളാഹു പറയുന്നത്, നാം ഇബ്രാഹിമിനോടും ഇസ്മായിലിനോടും കരാർ ചെയ്തു, ഒരു കരാർ വാങ്ങി. എന്ത്? അൻ ത്വഹിറ ബൈതിയ, എൻ്റെ ഭവനത്തെ അവർ ശുദ്ധീകരിക്കണമെന്ന്. ലിത്വായിഫീന, തവാഫ് ചെയ്യുന്നവർക്കും, വൽ ആകിഫീന, ഇഅ്തികാഫിരിക്കുന്നവർക്കും, വറുക്കഇ, റുക്കൂ ചെയ്യുന്നവർക്കും, വസ്സുജൂദ്, സുജൂദ് ചെയ്യുന്ന ആളുകൾക്കും. അതായത് കഅബാലയത്തിൽ വിവിധങ്ങളായ ആരാധനകൾ നിർവഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി അത് ശുദ്ധമാക്കി വെക്കണം എന്ന് അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോടും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനോടും ആവശ്യപ്പെട്ടു. അത് സൂറത്തുൽ ഹജ്ജിൽ 26-ാമത്തെ ആയത്തിൽ ഇതേ കാര്യം ഇങ്ങനെ പറയുന്നു. വൈദ് ബവ്വഅനാ ലി ഇബ്രാഹീമ മകാനൽ ബൈത്ത്, ഈ ഭവനത്തിന്റെ സ്ഥാനം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സൗകര്യപ്പെടുത്തി കൊടുത്തപ്പോൾ, എന്തിന്? അല്ലാ തുശ്രിക് ഫീ ബി ഷൈഅ, യാതൊന്നിനെയും എന്നിൽ പങ്കു ചേർക്കരുത് എന്ന സന്ദേശത്തോടുകൂടി, കൽപ്പനയോടുകൂടി. വതഹിർ ബൈതിയ, എൻ്റെ ഈ ഭവനത്തെ ശുദ്ധീകരിക്കണം. ലിത്വായിഫീന, തവാഫ് ചെയ്യുന്നവർക്കും, വൽ ഖായിമീന, നമസ്കരിക്കുന്നവർക്കും, വറുക്കഇ അസ്സുജൂദ്, റുക്കൂ ചെയ്യുന്നവർക്കും സുജൂദ് ചെയ്യുന്നവർക്കും വേണ്ടി എന്ന്. ഇത് മനസ്സിലാക്കി തരുന്നത് കഅബ നിർമ്മിച്ചത് അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെയാണ് അതിൻ്റെ തുടക്കം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബാലയം പടുത്തുയർത്തി എന്നാണ് ഖുർആനിൽ ഉള്ളത്. എന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് മക്കാനുൽ ബൈത്ത്, അൽ ബൈത്തിന്റെ സ്ഥാനം അള്ളാഹ് ഒരുമിച്ച് കാണിച്ചു കൊടുത്തു, അല്ലെ ഒരുക്കി കൊടുത്തു എന്ന് പറഞ്ഞതിൽ നിന്ന് അതിനു മുമ്പ് തന്നെ അവിടെ കഅബ ഉണ്ടായിരുന്നോ എന്ന് പല പണ്ഡിതന്മാരും തഫ്സീറുകളിൽ പറയുന്നുണ്ട്, ഉണ്ടായിരുന്നു എന്ന്. അത് ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്തുണ്ടായിരുന്നു എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ വ്യക്തമായും ഖണ്ഡിതമായും ഉള്ളതല്ല, എന്നാലും പണ്ഡിതോചിതമായ അഭിപ്രായമാണ് താനും. ഏതായാലും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമുമാണ് കഅബാലയം പടുത്തുയർത്തിയത് എന്ന് ഖുർആൻ വളരെ വ്യക്തമാക്കി പറയുന്നുമുണ്ട്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം കഅബാലയം പടുത്തുയർത്തിയ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് കൽപ്പിച്ചത് വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ഹജ്ജിന് വരാൻ വേണ്ടി ആളുകളിൽ വിളംബരം ചെയ്യുക
അങ്ങനെ വിളംബരം ചെയ്താൽ യതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ, അവർ നടന്നുകൊണ്ടും വാഹനപ്പുറത്തായിക്കൊണ്ടും, അതായത് ദീർഘയാത്ര ചെയ്ത് ക്ഷീണിച്ച് മെലിഞ്ഞൊട്ടിയ വാഹനങ്ങൾ, മൃഗങ്ങളുടെ പുറത്ത് കയറിക്കൊണ്ടും അവർ വരും. യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, വളരെ വിദൂരമായ വഴികളിൽ നിന്ന് അവർ വരുന്നതായ. അപ്പോൾ ദൂരപ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ വരും. കഅബാലയം നിർമ്മിച്ച ശേഷം ഹജ്ജിന് വരണമെന്ന് വിളിച്ചു പറയാനാണ് ആവശ്യപ്പെട്ടത്. അപ്പം അള്ളാഹു ആണ് വിളിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോടാണ് ആ വിളി ജനങ്ങളിൽ എത്തിക്കാൻ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഹജ്ജിന് പോകുന്ന സമയത്ത് അള്ളാഹുവിലെ വിളി കേട്ടതാ ഞാൻ വരുന്നു എന്ന് പറയുന്നത്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് തൽബിയത്ത് പറയുന്നത് ആ ഒരു വിളിയാളം ഞാൻ കേട്ട് ആ വിളിക്ക് ഉത്തരം ചെയ്ത് ഞാൻ ഇതാ വരുന്നു എന്നതാണ്. ഹജ്ജിന്റെ പാഠം എന്താണ്? ഹജ്ജിന്റെ ആദർശം എന്താണ്? ഹജ്ജിന്റെ ആദർശം എന്ന് പറയുന്നത്, ഒന്നാമത്തെ ആദർശം തൗഹീദിന്റെ വിളംബരമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ് തൗഹീദ്. ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ് എന്നാണ് അതിന് വിശദീകരണം പറയുക. ഇബാദത്ത് ചെയ്യാൻ തരപ്പെട്ടവനായി അല്ലാഹു അല്ലാതെ ആരുമില്ല. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥനയാണ് ഇബാദത്ത്, ദുആയാണ് ഇബാദത്ത്. അപ്പൊ നമ്മളുടെ കാര്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാൻ നമ്മൾ ആരോടാണോ പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥന ഇബാദത്തായതുകൊണ്ട് ആരോട് പ്രാർത്ഥിക്കുന്നുവോ ആ പ്രാർത്ഥിക്കപ്പെടുന്ന ആളാണ് ഇലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്. ഇത് ഏറ്റവും കൂടുതൽ പ്രകടമാകുന്ന ഒരു കർമ്മമാണ് ഹജ്ജ് കർമ്മം. ഏതെല്ലാം സമയത്ത് നമുക്കത് കാണാൻ കഴിയും എന്നല്ലേ? ഒന്നാമത്തേത്, ഹജ്ജിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്നത് ഇഹ്റാമിൽ പ്രവേശിച്ച് മക്കയിലെത്തി ഉംറ നിർവഹിച്ച് അല്ലെങ്കിൽ ഹജ്ജ് നിർവഹിച്ച് ഹജ്ജിന്റെ കല്ലെറിയുന്നത് വരെയും തൽബിയത്ത് ചൊല്ലും. ആ തൽബിയത്ത് എന്താ? അത് തൗഹീദാണ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് ഞാൻ ഇതാ വന്നിരിക്കുന്നു. ലബ്ബൈക്, അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം ചെയ്ത് ഞാനിതാ വന്നിരിക്കുന്നു. ലാ ശരീക ലക്, നിനക്ക് യാതൊരു പങ്കുകാരുമില്ല. അള്ളാഹുവിന് ഒരു കാര്യത്തിലും പങ്കുകാരില്ല. അള്ളാഹുവിൻ്റെ ദാത്തിലോ അള്ളാഹുവിൻ്റെ സിഫത്തിലോ അള്ളാഹുവിനുള്ള ഇബാദത്തിലോ ഒരു കാര്യത്തിലും പങ്കുകാരില്ല. റുബൂബിയത്ത്, ഉലൂഹിയത്ത്, അസ്മാഉ വസ്സിഫാത്ത് എന്നിങ്ങനെ അതിൻ്റെ വിശദീകരണങ്ങളിലെല്ലാം അള്ളാഹു ഏകനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹു ആണ് സൃഷ്ടിച്ചവൻ, ഖാലിഖ്. അള്ളാഹു ആണ് പരിപാലിക്കുന്നവൻ, റബ്ബ്. അള്ളാഹു ആണ് ഭക്ഷണം നൽകുന്നവൻ, റാസിഖ്. അള്ളാഹു ആണ് ജീവിപ്പിക്കുന്നവൻ, മുഹീ. അള്ളാഹു ആണ് മരിപ്പിക്കുന്നവൻ, മുമീത്. എല്ലാം അള്ളാഹു ആണ്. ഈ കാര്യങ്ങളിൽ വേറെ ആർക്കും ഒരു പങ്കുമില്ല. അതാണ് തൽബിയത്തിൽ ലാ ശരീക ലക് ലബ്ബൈക്. മാത്രവുമല്ല, അതിൻ്റെ ഭാഗമായി വരേണ്ട, ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഗുണമാണ് അതിൻ്റെ പ്രഖ്യാപനം. ഇന്നൽ ഹംദ, തീർച്ചയായും എല്ലാ സ്തുതിയും, വന്നിഅമത, എല്ലാ അനുഗ്രഹവും, വൽ മുൽക്ക്, എല്ലാ അധികാരവും, ലക്ക, നിനക്കാണ്. ലാ ശരീക ലക്, നിനക്കൊരു പങ്കുകാരുമില്ല. ഇത് ആവർത്തിച്ച് പറയുന്ന മനുഷ്യൻ അള്ളാഹുവിലേക്ക് തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് ഈമാൻ ഉറച്ചവനായി അള്ളാഹുവിലേക്ക് അടുക്കും. പിന്നെ അവനിൽ നിന്ന് ഇത് മനസ്സിലാക്കിയിട്ടാണ് പറയുന്നതെങ്കിൽ ഷിർക്കുണ്ടാവില്ല. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കില്ല, അള്ളാഹു അല്ലാത്തവരെങ്കിൽ സങ്കടം ബോധിപ്പിക്കില്ല, അവരെ ആരെയും വിളിച്ചു തേടുകയില്ല. കാരണം ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക് ലബ്ബൈക്. ഇതാണ്, ഈ തൗഹീദാണ് ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. അതോടൊപ്പം നമുക്ക് കാണാൻ സാധിക്കും, മനുഷ്യൻ ഹജ്ജിലേക്ക് പ്രവേശിക്കുമ്പോഴേ ഈ ഒരു വിളംബരം, പ്രഖ്യാപനം ആവർത്തിച്ചു പറയുകയാണ്. അതോടൊപ്പം അള്ളാഹിൻ്റെ മുമ്പിൽ വിനയം പ്രാപിക്കുകയാണ്.
അള്ളാഹിന്റെ മുമ്പിൽ വിനയപ്രകടനത്തിന്റെ തുടക്കം ഇഹ്റാമോടുകൂടിയാണ്. നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട മനോഹരമായ നമ്മുടെ വസ്ത്രം അഴിച്ചു വെക്കുന്നു. എന്നിട്ട് ഒരു തുണി ഉടുക്കാനും ഒരു തുണി പുതക്കാനും ഒരു ഫക്കീറിനെ പോലെയാണ് ജീവിക്കുന്നത്. നമ്മൾ ഫക്കീറന്മാരാണ്. അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് നിങ്ങളൊക്കെ ഫക്കീറന്മാരാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് അനുഗ്രഹം ആവശ്യമുള്ള പാവങ്ങളാണ്. വിനയപ്രകടനമാണത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നോക്കൂ. നമ്മുടെ ബുദ്ധിയും യുക്തിയും അതിലെ ശാസ്ത്രവും ഒന്നും നോക്കാതെ അള്ളാഹിന്റെ റസൂൽ കാണിച്ചു തന്ന മാതിരി ഹജ്ജ് ചെയ്യാൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ നിന്ന് പുറപ്പെട്ട് വഴിയിൽ വെച്ച് ഇഹ്റാം ചെയ്ത് മക്കയിൽ വന്ന് തവാഫും സഅയും ഒക്കെ ചെയ്ത് ഹജ്ജ് നിർവഹിച്ച് വദാഇന്റെ തവാഫ് ചെയ്ത് അവസാനം തിരിച്ചുപോയി. ആ ഹജ്ജിലെ അറഫയിലെ നൃത്തം, മിനായിലെ, മുസ്ദലിഫയിലെ, പിന്നെ കല്ലെറിയലെല്ലാം കഴിഞ്ഞ് മുടിയെടുക്കലൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് തിരിച്ചുപോയി. അത് മുഴുവനും ഹദീസുകളിൽ ഒരു തർക്കവുമില്ലാത്ത വിധത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിൽ ഹജ്ജിന് പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ഹജ്ജ് എങ്ങനെ ആയിരുന്നു എന്ന് പഠിക്കുക. കുറച്ചേ ഉള്ളൂ, അത് ഹദീസുകളിലുണ്ട്. അതുമാതിരി അങ്ങ് ഹജ്ജ് ചെയ്യാൻ നോക്കുക. എന്നാൽ പിന്നെ അത് എങ്ങനെ ആയിപ്പോയി, അത് വിട്ടുപോയി, ഇത് സുന്നത്താണോ അത് ഫർളാണോ, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അതും പഠിക്കണം. സുന്നത്തും ഫർളും റുക്കനും ഹജ്ജിന്റെ ഷർത്തും ഒക്കെ കാര്യങ്ങൾ പഠിക്കണം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജ് നിർവഹിച്ച പോലെ അങ്ങ് ഹജ്ജ് നിർവഹിക്കാനും ശ്രദ്ധിക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജിന്റെ വേളയിൽ പറഞ്ഞു, ഹുദു അന്നി മനാസിക്കക്കും, നിങ്ങളുടെ ഈ കർമ്മം, ഈ ആരാധന, ഈ ഹജ്ജ് ഞാൻ ചെയ്യുന്നത് കണ്ട് അതേമാതിരി നിർവഹിക്കുക എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കൂ, നമ്മൾ ഇഹ്റാം ചെയ്തു. പിന്നെ ഒരുപാട് കാര്യങ്ങൾ പാടില്ലല്ലോ. നഖം മുറിക്കാൻ പാടില്ല, മുടി വെട്ടാൻ പാടില്ല, സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. ഇതൊക്കെ എന്താ? അത് അങ്ങനെ റസൂൽ പറഞ്ഞതാ. അത് അള്ളാന്റെ നിയമമാണ്. തവാഫ് ചെയ്യുമ്പോൾ ആദ്യത്തെ തവാഫ് ഒന്ന് വേഗത്തിൽ നടക്കണം. അതെന്താ? അങ്ങനെ റസൂലുള്ള പറഞ്ഞതാണ്. അതുപോലെ തന്നെ സായി ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സ്ഥലത്തൊന്ന് വേഗത്തിൽ നടക്കണം. അതെന്താ? അതങ്ങനെ റസൂലുള്ള പറഞ്ഞതാണ്, കാണിച്ചു തന്നതാണ്. തവാഫ് 7 വട്ടമാണ്. സായി സൊഫയിൽ പുറപ്പെട്ട് മറുവയിലെത്തിയാൽ 1, മറുവയിൽ നിന്ന് സഫയിലെത്തിയാൽ 2, അങ്ങനെ 7ാമത്തേത് മറുവയിൽ തീരും. അതെന്താ അങ്ങനെ? അതങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഈ ഇബാദത്തിന്റെ കാര്യങ്ങളൊക്കെ അല്ലാഹു തആല നമ്മോട് പറഞ്ഞത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നത്, അതങ്ങനെ നിർവഹിക്കുക. അതൊരു വിനയമാണല്ലോ. അള്ളാഹുവാണ് റബ്ബ്, ഉടമ, സൃഷ്ടാവ്. നമ്മൾ അടിമകളാണ്, നമ്മൾ പടപ്പുകളാണ്, സൃഷ്ടികളാണ്. അപ്പോൾ നമ്മുടെ ബാധ്യത അള്ളാഹുവും റസൂലും പറഞ്ഞതനുസരിച്ച് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നതാണ്. അതുപോലെ തന്നെ ഈ തൽബിയത്തിൽ നാം മനസ്സിലാക്കണം, തൽബിയത്ത് വളരെ കൃത്യവും വ്യക്തവുമായി നമ്മൾ പഠിക്കുകയും ചെയ്യണം. അതിൻ്റെ അർത്ഥവും സംഗതികളുമൊക്കെ. ഹജ്ജ് ചെയ്യുന്ന സന്ദർഭത്തിൽ ഇപ്പം ഷിർക്ക് 2 തരമുണ്ടല്ലോ. അള്ളാഹുവിൽ പങ്കുചേർക്കാൻ 2 തരമുണ്ട്. അതൊന്ന് അഷിർക്കുൽ അക്ബർ, അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യുക, അള്ളാഹു അല്ലാത്തവർ ദുആ ചെയ്യുക, അവരെ വിളിച്ച് പ്രാർത്ഥിക്കുക. അതാണ് ഷിർക്കുൽ അക്ബർ. ഷിർക്കുൽ അസ്ഗർ എന്ന് പറയുന്നത് റിയാ ആണ്, ലോകമാന്യം, പൊങ്ങച്ചം, അഹംഭാവം. അതും ഹറാമാണ്. ഷിർക്കുൽ അസ്ഗറ, ചെറിയ ഷിർക്കാണ്. അതും ഹജ്ജില്ലല്ലോ. നമ്മൾ ഹജ്ജിന് പോകുന്നതോടുകൂടി നമ്മുടെ എല്ലാ കിബറും എല്ലാ പൊങ്ങച്ചവും ഒക്കെ മാറ്റിവെച്ച് അള്ളാഹിൻ്റെ അടിമയായി ഹജ്ജിന് പോവാം. അള്ളാഹു ഇത് സ്വീകരിക്കണമെന്ന ആഗ്രഹമാണുള്ളത്. ഇത്രയും ദിവസങ്ങൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ഇവിടെ കുടുംബത്തിൽ ഏൽപ്പിച്ചു പോവുക. അങ്ങനെയുള്ള യാത്രയിൽ പറയുന്ന ഒരു ദുആ ഉണ്ട്, അല്ലാഹുമ്മ അൻത സാഹിബു ഫിസ് സഫർ വൽ ഖലീഫത്തു ഫില്ലാഹിൽ. അള്ളാഹുവേ, യാത്രയിൽ എൻ്റെ കൂട്ടുകാരൻ നീയാണ്. അള്ളാഹുവിൽ അർപ്പിച്ചാ പോണത്. മക്കളെ കാര്യമോ കുടുംബത്തിൻ്റെ കാര്യമോ, വൽ ഖലീഫത്തു ഫില്ലാഹിൽ, എൻ്റെ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കാൻ ഏൽപ്പിക്കപ്പെട്ടത് അതും നീ തന്നെയാണ്, നിന്നോടാണ് പറയാനുള്ളത്. അങ്ങനെ അള്ളാഹുവിൽ ഏൽപ്പിച്ച് നമ്മൾ പോകുമ്പോൾ ഈ തൽബിയത്തിൻ്റെ ആശയം, അതിൻ്റെ അർത്ഥം, തവക്കുല്, അള്ളാഹുവിനോടുള്ള ഇഷ്ടം, സ്നേഹം, ബഹുമാനം, കൽപ്പനകൾ അനുസരിക്കാനുള്ള ബോധം, അതൊക്കെ ഹജ്ജിൽ ഉണ്ടാവണം. അങ്ങനെ ഹജ്ജ് ചെയ്താൽ എന്തുണ്ടാകുമെന്നല്ലേ? അല്ലാഹു തആല ഹജ്ജ് സ്വീകരിച്ചാൽ റജഅ മിൻ ദുനൂബിഹി കയൗമ വലദതുഹു ഉമ്മുഹു. അവൻ്റെ പാപങ്ങളിൽ നിന്ന് അവനെ അന്ന് അവൻ്റെ ഉമ്മ പ്രസവിച്ച രൂപത്തിലായി അവൻ മടങ്ങി വരുന്ന.
ഇന്ന് പ്രസവിക്കപ്പെട്ട ഒരു കുഞ്ഞിന് ഒരു പാപവുമില്ലല്ലോ, ഒരു കുറ്റവുമില്ല. ഇതുപോലെയാകും ഹജ്ജ് വേണ്ട വിധത്തിൽ ആയിത്തീർന്നാൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയും ചെയ്തിരിക്കുന്നു. ഇപ്പം നമ്മളൊക്കെ ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കണം. ഹജ്ജ് വാജിബാകുന്നത് ആഖിലായ, ബാലിഗായ, അതായത് ബുദ്ധിയുള്ള, പ്രായപൂർത്തിയെത്തിയ, മുസ്ലിമായ, പിന്നെ സ്വതന്ത്രനായ, ഹജ്ജിന് എല്ലാവിധത്തിലും കഴിവൊത്ത ആളുകൾക്കാണ്. അപ്പോൾ അതൊക്കെ ഒത്തിട്ടുണ്ടോ നമ്മൾ നോക്കണം. നമുക്ക് ദുനിയാവിലുള്ള എല്ലാ കാര്യവും തീർന്നിട്ട് ഹജ്ജിന് പോകാൻ കഴിയില്ല ആർക്കും. ഇപ്പോൾ 5 ലക്ഷം ഉറുപ്പ്യ വേണം, 6 ലക്ഷം ഉറുപ്പ്യ വേണം ഹജ്ജിന് പോകാമെന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കാൻ വിചാരിച്ചാൽ ഉണ്ടാക്കാൻ കഴിയും. ആഗ്രഹവും തവക്കലും ദുആയൊക്കെ ഉണ്ടെങ്കിൽ. നിങ്ങൾക്ക് ചില കല്യാണത്തിനൊക്കെ 5 ലക്ഷം ഉറുപ്പ്യൊക്കെ നമ്മൾ ചിലവാക്കുന്നില്ലേ? അത്ര ഒരു വാജിബോ സുന്നത്തോ നിർബന്ധമോ ഒന്നും അല്ലാഞ്ഞിട്ട് ഒരു കുട്ടിയുടെ കല്യാണത്തിന് 5 ലക്ഷം ഉറുപ്പ്യ, 2 കുട്ടികളുടെ 10 ലക്ഷം ഉറുപ്പ്യ, ചിലപ്പോൾ ഞാൻ പറയുന്നത് ചെറുതായിരിക്കും, അതിനേക്കാൾ ഏറായിരിക്കും പലരും ചിലവാക്കുന്നത്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ആഭരണങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ ഇപ്പോൾ 10 പവൻ ഉണ്ടാക്കണേ 10-15 ലക്ഷം ഉറുപ്പ്യ ആയില്ലേ ഇപ്പോൾ, അല്ലേ? അതിനേക്കാളൊക്കെ അധികമില്ലേ? വീട് നിർമ്മിക്കാൻ ആളുകൾ 50 ലക്ഷം, 1 കോടി രൂപ ഒക്കെ ചിലവാക്കുന്നില്ലേ? വാഹനങ്ങൾ വാങ്ങാൻ ആളുകൾ 25 ലക്ഷം, 50 ലക്ഷം ഒക്കെ ചിലവാക്കുന്നില്ലേ? എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഹജ്ജിന് പോകാൻ കഴിയുമോ? കഴിയൂലല്ലോ. അതിൻ്റെ ആദ്യത്തിൽ നമ്മുടെ ഒരു പ്രധാന കാര്യമായി ഇതെടുത്താൽ അതിന് നമുക്ക് പണം സാധിക്കും. നമുക്ക് ആഗ്രഹം വേണം, നല്ല ഈമാൻ വേണം, എന്നിട്ട് അള്ളാഹിനോട് ദുആ ചെയ്യണം, നമ്മൾ അധ്വാനിക്കുകയും ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വസല്ലല്ലാഹു അലാ നബിയിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ്. തൽബിയത്തിനെ കുറിച്ച് നാം പറഞ്ഞല്ലോ. തക്ബീറും തൗഹീദ് തന്നെയാണ്. പെരുന്നാൾ ദിവസം നമ്മൾ തക്ബീർ ചൊല്ലുമല്ലോ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അള്ളാഹുവിൻ്റെ മഹത്വം വാഴ്ത്തുകയാണ്. അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹു അല്ലാതെ ഇബാദത്തിന് തരപ്പെട്ടവനായി ആരുമില്ല. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇത് തൗഹീദിൻ്റെ വിളംബരമാണ്. ഹജ്ജിൽ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യമാണിത്. ഹജ്ജ് സമയത്ത് അറഫയിൽ അവർ സഫ, അവിടെയൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത പ്രാർത്ഥന, സഫായിൽ കയറി നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദ. അല്ലാഹു അല്ലാതെ ഇലാഹില്ല, അല്ലാഹു ഏകനാകുന്നു. ലാ ശരീക ലഹ്, അല്ലാഹുക്ക് പങ്കുകാരില്ല. ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹുക്കാണ് എല്ലാ അധികാരവും, അല്ലാഹുക്കാണ് എല്ലാ സ്തുതിയും. അല്ലാഹുവാണ് ജീവിപ്പിക്കുന്നവൻ, അല്ലാഹുവാണ് മരിപ്പിക്കുന്നവൻ. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു തആല എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാകുന്നു എന്ന്. അറഫയിൽ വെച്ചുള്ള പ്രാർത്ഥനയാണ് ഹജ്ജിലെ ഏറ്റവും വലിയ പ്രാർത്ഥന. ഖൈറു ദുആഇ ദുആഉ അറഫ. അറഫയിൽ വെച്ച് ചെയ്യുന്ന ദുആയാണ് ഏറ്റവും ഖൈറായ ദുആ. അതെന്താ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇപ്പറഞ്ഞത് തന്നെ. അപ്പം ഇത് തൽബിയത്തായാലും തക്ബീറായാലും ഇതുപോലുള്ള ദുആകളായാലും ഒക്കെ തൗഹീദിൻ്റെ പ്രകടനമാണ്. മക്കയിൽ മുശ്രിക്കുകൾ ഹജ്ജ് ചെയ്യുമായിരുന്നു, അവർ തൽബിയത്തും ചൊല്ലുമായിരുന്നു. അവർ വിഗ്രഹാരാധകരായിരിക്കെ. എന്നാ വിഗ്രഹാരാധന വന്നതെന്നറിയോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബാലയം പടുത്തുയർത്തിയിട്ട് അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യാനുള്ള ഒരു സ്ഥാപനമായി അതിനെ കൊണ്ടുവന്നിട്ട് പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോഴേ അവിടേക്ക് വിഗ്രഹാരാധന വരികയാണ്. ആ വിഗ്രഹാരാധനയിൽ അങ്ങനെ വന്ന വിഗ്രഹാരാധന കൊണ്ടുവന്ന് കഅബാലയത്തിൽ വിഗ്രഹങ്ങളുണ്ടായി. ആ വിഗ്രഹങ്ങൾ ഉണ്ടായപ്പോഴേ
വിഗ്രഹങ്ങൾ ഉണ്ടായപ്പോൾ മുശ്രിക്കുകൾ അവരുടെ തൽബിയത്തിൽ ഒരു മാറ്റം വരുത്തി. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇല്ലാ ശരീകൻ ഹുവ ലക് തംലികുഹു വമാ മലക്. അങ്ങനെ ആക്കി തൽബിയത്ത്. അപ്പോഴേ ഈ വിഗ്രഹാരാധനയും തൽബിയത്തും കൂടി ചേർന്ന് വരൂ എന്നുള്ള. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയോ? അല്ലാഹുവേ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹുവേ നിന്റെ വിളി കേട്ട് ഞങ്ങളിതാ വന്നിരിക്കുന്നു. എന്നിട്ട് പറയാണ് ലാ ശരീക ലക്, നിനക്ക് ഒരു പങ്കുകാരുമില്ല. അവിടം വരെ വളരെ കറക്റ്റാണ്. പിന്നെ പറയും ഇല്ലാ ശരീക്കൻ, ഒരു പങ്കുകാരൻ ഒഴികെ, ഹുവ ലക്ക്, അവൻ നിനക്കുള്ളവനാണ്, വമാ മലക്ക്, അവൻ ഉടമപ്പെടുത്തിയതും നീ ഉടമപ്പെടുത്തിയതാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ വിഗ്രഹം വെച്ച് ആരാധിക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് അതിൻ്റെ ഒരു പോരായ്മ തോന്നുമല്ലോ. അപ്പൊ അതിനൊരു ന്യായമുണ്ടാക്കിയാണ് അല്ലാഹുവേ നിന്റെ വിളി കേട്ടാ വന്നത്, നിനക്കൊരു പങ്കുകാരുമില്ല, ഈ ഒരു പങ്കുകാരനൊഴികെ ഈ പങ്കുകാരനാവട്ടെ നീ അധീനപ്പെടുത്തിയതാണ്, അവന്റെ കയ്യിലുള്ളതൊക്കെ നിന്റേതാണ് എന്നാണല്ലോ. അള്ള കൊടുത്തതിൽ നിന്ന് ചോദിച്ചാൽ ശിർക്കാവില്ല എന്ന് പറയുന്ന അത് പൊളിയും അതില്ല. കാരണം എന്താണെന്നറിയോ? അള്ള കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അള്ളാഹുവിന് നൽകേണ്ട ഇബാദത്ത് അള്ളാഹു അല്ലാത്ത ഒരാൾക്കും നൽകിക്കൂടാ, അള്ളാഹു അല്ലാത്ത ഒരാളോടും വിളിച്ച് പ്രാർത്ഥിച്ചുകൂടാ എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹജ്ജ് കർമ്മങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ലാത്ത ചില കർമ്മങ്ങളുണ്ട്. അതിനാണ് റുക്കിൻ എന്ന് പറയാൻ. ഹജ്ജിന് റുക്കിനുണ്ട്, വാജിബുണ്ട്. റുക്കിന് വിട്ടുപോയാൽ ഹജ്ജ് നഷ്ടപ്പെടും. വാജിബ് വിട്ടുപോയാൽ അതിന് ഫിദിയ, പ്രായശ്ചിത്തമൊക്കെ ആയിട്ട് പരിഹരിക്കാൻ കഴിയും. ഹജ്ജിന്റെ സുന്നത്തുകൾ വിട്ടുപോയാൽ ഒന്നും ചെയ്യാതിരുന്നാലും ഹജ്ജ് പൂർത്തിയാകും. അതിൽപ്പെട്ട ഒന്നാണ് ഇഹ്റാം ചെയ്യല്, തവാഫ് ചെയ്യല്, സഅയ് ചെയ്യല്, അറഫയിൽ നിൽക്കല്. ഇതൊക്കെ ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികളാണ്. അല്ല ഹജ്ജു അറഫ എന്ന് പറഞ്ഞാൽ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫ എന്നാണ്. അത് വിട്ടുപോയാൽ ഹജ്ജില്ല. പിന്നെ അതുകൊണ്ടാണ് ഹജ്ജിന് പോകുന്ന ആളുകൾ നമ്മൾ പറയല്ലോ അവരുടെ ബാഡ്ജ്, അവരുടെ കൈൻ്റെ മുകളിലുള്ള വളയം, ഇതൊക്കെ കയ്യിൽ സൂക്ഷിക്കണം എപ്പോഴും. എന്തിനാണെന്ന് വെച്ചാൽ സുഖമില്ലാതെ ഇപ്പോൾ വിചാരിക്കുക, ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിപ്പോയി, എന്നാലും ഹാജിയാണ് എന്ന് ബോധ്യമായാൽ അവർ ആംബുലൻസിൽ വെച്ച് അറഫയെ കൊണ്ടുവരും. ഒരു നിമിഷമെങ്കിലും അറഫയുടെ ഉള്ളിൽ രാത്രിയോ പകലോ ഭൂമിയിലോ ആകാശത്തോ, ഇനി ഹെലികോപ്റ്ററിൽ കൊണ്ടുവന്നാലും ഹജ്ജാവുന്നതാണ്. അപ്പോൾ അറഫ അത്രയും പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പം ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഒരു കാര്യമുള്ളത്, അതിലും ബേജാറാവേണ്ട ആരും. ഹജ്ജിന് പുറപ്പെട്ട ഒരു മനുഷ്യൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ അയാൾ മരിച്ചുപോയാൽ പ്രശ്നമില്ല, എന്താ ഹാജിയായിട്ടാണ് മരണപ്പെടുന്നത്. അസുഖമായി കിടന്ന് ഹോസ്പിറ്റലിൽ എത്തിയാൽ എന്തായാലും അറഫയിലെത്തും. അപ്പോൾ ഈ കാര്യങ്ങൾ, അതിൻ്റെ റുക്കിന്, വാജിബ്, അതിൻ്റെ സുന്നത്ത്, അതിൻ്റെ ഷർത്ത് തുടങ്ങിയ കാര്യങ്ങളും ഹജ്ജിൽ നാം മനസ്സിലാക്കേണ്ട സംഗതികളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിക്കാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഈ വർഷം ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് ഏറ്റവും സൗകര്യപ്രദമായ നിലയ്ക്ക് ഹജ്ജ് നിർവഹിച്ചു വരാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആ പ്രദേശങ്ങളുണ്ടായിട്ടുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും അല്ലാഹു തആല എത്രയും പെട്ടെന്ന് തീർത്തു തരുമാറാവട്ടെ. റഹ്മാനും റഹീമുമായ അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നുണ്ടാകുന്ന തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ. രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുടെ പ്രയാസങ്ങൾ, രോഗങ്ങൾ എല്ലാം ശിഫയാക്കി തരണമേ. ശാരീരികവും സാമ്പത്തികവും മാനസികവുമായ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ എല്ലാ പ്രയാസങ്ങളെയും വിഷമങ്ങളെയും റഹ്മാനായ അല്ലാഹുവേ നീ ദൂരീകരിച്ച് തരണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا يا غافر المذنبين اللهم أعز الإسلام والمسلمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.